ക്രിസ്മസ് ആയിട്ട് എങ്ങനെ ഒരു ഉണ്ണീശോനെ ചെയ്യാതിരിക്കും, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എൻ്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ണീശോനെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടി നമ്മൾ പിൻട്രസ്റ്റ് മുഴുവൻ ഒന്ന് കയറി തിരഞ്ഞു നോക്കി. പക്ഷേ അതിനകത്താണെങ്കിൽ ആ ഒരു കുഞ്ഞിത്തലയും വെച്ചിട്ടുള്ളൂ, ബാക്കി പുതപ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉണ്ണീശോയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ടേ, നമുക്ക് പണ്ട് പുൽക്കൂട് സെറ്റിനകത്ത് കിട്ടിയ പോലത്തേക്ക് വിട്ട് കുഞ്ഞിക്കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ച് വെച്ചിരിക്കുന്ന നല്ല സുന്ദരനായിട്ടുള്ള ഉണ്ണീശോനെ വേണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അങ്ങനത്തെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഓർത്തുനിന്നാൽ പിന്നെ എൻ്റെ മനസ്സിലുള്ള ഉണ്ണീശോനെ അങ്ങ് ആക്കാമെന്ന്. പക്ഷെ മനസ്സിലുള്ള നമ്മുടെ കയ്യിലോട്ട് വരത്തില്ലല്ലോ. എനിക്കാണ് ഈ കാര്യത്തിൽ തീരെ കോൺഫിഡൻസ് ഇല്ല, കാരണം ഞാൻ ഈ ഫീൽഡിലുള്ള ആളേ അല്ല. പിന്നെ ഇതൊക്കെ ഒരു ആവശ്യത്തിൻ്റെ പുറത്തുള്ള എടുത്തുചാട്ടമാണ്. പക്ഷേ എന്തോ ഭാഗ്യം എങ്ങനെയൊക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ക്ലേ കൊണ്ട് ഇങ്ങനെ ഒരു ഉണ്ണീശോയൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഇത് പെയിൻ്റ് അടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള നല്ല ടെൻഷനുണ്ട്. അടിക്കണമെന്ന് വരെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ ഇന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണങ്ങി വന്ന് നമ്മുടെ സുന്ദരനായിട്ട് ഉണ്ണീശോ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കളറടിച്ചേക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് ഈ കളറിങ് തീരെ ഇഷ്ടമല്ല, കാരണം ഓരോ കളർ മിക്സിങ് ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കളറുകൾ മിക്സ് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കുറേ നേരം മെനക്കിടണം. അങ്ങനെ ഏകദേശം എൻ്റെ ഉണ്ണീശയ്ക്ക് ഞാൻ കളറൊക്കെ ചെയ്ത് കൊടുത്തൊരു സുന്ദരൻ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണും മൂക്കൊക്കെ വരച്ചാൽ എന്തായാലും പോകുന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കണ്ണ് തുറന്നിട്ടുള്ള ഉണ്ണീശനെ വെച്ചിട്ടില്ല. തൽക്കാലം ഞാൻ ഉറങ്ങുന്ന ഉണ്ണീശനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞി ചുണ്ടും വരച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ഉണ്ണീശൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.